ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്, പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ, ഇതാണ് നോക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, മനസ്സിലേക്ക് അവരെക്കുറിച്ചുള്ള നല്ല മൊമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ ഇത് വാലിഡ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന പോർഷൻ മാത്രം നിങ്ങൾ സ്വീകരിക്കുക, അല്ലാത്തത് ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കറൻറ്റ് സ്റ്റാറ്റസ് റിലേഷൻഷിപ്പിൻ്റെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പേഴ്സണാണ്. അവർക്ക് ചുമക്കാവുന്നതിൻ്റെ അപ്പുറം അവർ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അമിത ഭാരത്താൽ അവർ വിഷമിക്കുന്നു. ഒരുപാട് കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, ബാധ്യത ഇതൊക്കെയുണ്ട്. റിലേഷൻഷിപ്പ് എന്താ പറയുക, സാമ്പത്തികം, ജോലി സംബന്ധം, വീട്ടിലെ ഫാമിലി, റിലേറ്റീവ്സ്, അങ്ങനെ എല്ലാം ഇവരുടെ തലയിലാണ്. അത് ഇവർക്ക് ഇറക്കി വെക്കാനും കഴിയുന്നില്ല, അതും ചുമന്ന് നടക്കുകയാണ്. അത്രയും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വാല്യുബിൾ ടൈം തരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനെ ചൊല്ലി നിങ്ങൾ തമ്മിൽ വാക്തർക്കങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഒരു നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ. ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കണം എന്നവർക്ക് നിങ്ങളോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇതാണ് അവരുടെ സിറ്റുവേഷൻ. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ. അതാണ് സിറ്റുവേഷൻ. അത് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഡെത്ത് എനർജിയാണ്. ഒരു മാറ്റം, എല്ലാത്തിനും ഒരു അവസാനം, ഒരു പരിവർത്തനം, നിങ്ങളിലേക്ക് ഒരു മാറ്റം വരുന്നു. പുതിയ തുടക്കം, പഴയതിൽ തന്നെ സ്റ്റക്കായിട്ടിരിക്കാതെ പുതിയ അവസരങ്ങൾ വരുമ്പോൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ അവരെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രയോറിറ്റി തരാത്തതിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റക്കായിട്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ. അപ്പോൾ അതിൽ നിന്ന് പുറത്തു വരാൻ സമയമായി. പുതിയ അവസരങ്ങൾ നിങ്ങൾക്കായിട്ട്, പുതിയ തുടക്കങ്ങൾ, പുതിയ അവസരങ്ങളൊക്കെ ഉണ്ട്. പഴയത്, ഭൂതകാലം ഓർത്തിരിക്കാതെ മുന്നോട്ട് വരണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ തുടരണമെങ്കിൽ അങ്ങനെ അല്ല, നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ കരിയർ പരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, ഗോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോയാൽ സക്സസ് ആണെന്നുള്ളതാണ്. ആ പേഴ്സണെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അവരെ തന്നെ മതി. എനിക്ക് ഈ പേഴ്സൺ എന്താണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് മറക്കാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ അതൊരു സക്സസ് ആണ്. അങ്ങനെ പോവാം. അല്ല, എനിക്കിങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഇത്രയും അധികം ഉള്ള ഒരാളെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ്, നിങ്ങൾ നിങ്ങളുടെ വേറെ ലക്ഷ്യങ്ങളുമായിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ. എല്ലാം കൊണ്ടും നിങ്ങൾക്കൊരു മാറ്റം വരുന്നു. നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. യൂണിവേഴ്സ് ഒരു ഗൈഡൻസ് തരുവാണ്. ഒരു മാറ്റം അനിവാര്യമാണെന്നുള്ളതാണ്. അപ്പോൾ യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ ആ വ്യക്തിയുടെ കൂടെയുള്ള ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു ലൈഫ് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് സക്സസ് ആണ്. ഇനി അതല്ല, നിങ്ങൾ നിങ്ങളുടെ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് സക്സസ് ആണ്. ഓക്കെ, അപ്പോൾ ആ വ്യക്തിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ, അവർ എപ്പോഴും ഓട്ടത്തിലായിരിക്കും. അവരുടെ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പാഷനൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ. നല്ല സ്നേഹവും ലവബിളും ആണ് ആള്. അപ്പോൾ അവരുടെ ഇഷ്ടം നിങ്ങളുടെയും കൂടി ഇഷ്ടമായിരിക്കണം, അവരുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെയും കൂടി ആയിരിക്കണം എന്നവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരുടെ ആ ഒരു നിലവാരത്തിലേക്ക് നിങ്ങളും കൂടി എത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അവരെപ്പോഴും ഇങ്ങനെ ഓട്ടത്തിലാണെങ്കിൽ നിങ്ങൾക്കൊരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയില്ല. അതിനൊക്കെ ചൊല്ലി വഴക്കൊക്കെ ഇടാനാണെങ്കിൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളും അവരുടെ കൂടെ സപ്പോർട്ടായിട്ട് അവർക്ക് വേണ്ട ഫ്രീഡം ഒക്കെ കൊടുത്ത് നിൽക്കുകയാണെങ്കിൽ അവർ വളരെ ഹാപ്പി ആയിരിക്കും. വളരെ സ്നേഹം ഉള്ളൊരു റിലേഷൻഷിപ്പ്, ഒരു ശക്തമായിട്ടുള്ളൊരു ബോണ്ടിങ്, സ്റ്റെബിലിറ്റി ഒക്കെ നിങ്ങളുടെ ബന്ധത്തിന് ഉണ്ടാവും. സക്സസ് ലൈഫാണ്. ഇനി അതല്ല എന്നാണെങ്കിലും നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല, അവരുടെ ആ ഒരു സ്വഭാവവും കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റീസൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. പാസ്റ്റ് ഓർത്ത് വിഷമിച്ചിരിക്കരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ ചോയ്സാണ്. ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഓക്കെ, വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയണം. നിങ്ങളുടെ എനർജി ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതിനോടൊപ്പം തന്നെ എന്നെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.